19 സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടുമായി ബന്ധപ്പെട്ട് പറയുന്നു ഇത് കുറെ ആൾക്കാരെ അഭയാർത്ഥികളായി വന്നു. ഈ അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട് CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് പ്രകാശ് കാരാട്ട്, അതോടൊപ്പം തന്നെ മൻമോഹൻ സിംഗ്, ഇവരൊക്കെ ഈ പറയുന്നു അഭയാർത്ഥികളെ തിരിച്ചു കൊണ്ടുവരണം, അവർക്ക് വേണ്ട സഹായങ്ങൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രകാശ് കാരാട്ട് പറഞ്ഞോ ഇവിടെ നിന്ന് വരുന്ന മുസ്ലിം അഭയാർത്ഥികളെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞോ? ഈ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരു എത്തിസ്റ്റ് ആയിട്ടുള്ള ഒരു മുസ്ലിം വന്നു കഴിഞ്ഞാൽ അവനെ ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട, നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ഇത് അഭയാർത്ഥികളാണ് എന്നുള്ള രീതിയിലാണ്. അഭയാർത്ഥികളല്ലെന്നേ, ഇവർ ഇല്ലീഗൽ മൈഗ്രന്റ് ആണ്. നമ്മുടെ രാജ്യം വിസ കൊടുക്കാതെ, നമ്മുടെ രാജ്യത്ത് അവർ കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കാതെ അവർ ഇന്ത്യയുടെ ടെറിട്ടറിയിലേക്ക് കടന്നു വന്നിട്ട് അവർ പറയുന്നു ഞങ്ങൾ റിലീജിയസ് പേഴ്സിക്യൂഷൻ അനുഭവിച്ചെന്നോ അല്ലെങ്കിൽ നമുക്ക് അവിടെ ജീവിച്ചാൽ റിലീജിയസ് പേഴ്സിക്യൂഷൻ അനുഭവിക്കുമെന്നോ എന്നുള്ള വാദങ്ങളാണ് അവർ പറയുന്നത്. അവർക്ക് ഈ രാജ്യക്കാരാണെന്നോ അല്ലെങ്കിൽ ഇവർക്ക് അങ്ങനെ അനുഭവിച്ചെന്നോ ഉള്ള ഒരു രേഖയും സമർപ്പിക്കേണ്ട. അതാണ് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള വിജ്ഞാപനം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്ത് ഒരാൾ അനധികൃതമായി കുടിയേറിക്കഴിഞ്ഞാൽ 1920 പാസ്പോർട്ട് എൻട്രി ആക്ട്, 1946 ഫോറിനേഴ്സ് ആക്ട്, ഈ ആക്ട് പ്രകാരം അവന്റെ മതമൊന്നും നോക്കില്ല, അവന്റെ രാജ്യമൊന്നും നോക്കില്ല, എല്ലാവരെയും ജയിലിൽ കൊണ്ടുപോയി ഇടും. ഈ നിയമം വരുമ്പോൾ ഈ ജയിലിൽ കിടക്കുന്നവന്റെ മതം മാത്രം തിരിഞ്ഞിട്ട് നീ മുസ്ലിം അല്ല എങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന 6 കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണെങ്കിൽ നിനക്ക് ഈ രാജ്യത്ത് പൗരനായി കടന്നു വരാം. ഇതിനെയാണ് ആർട്ടിക്കിൾ 14 കൃത്യമായി വയലേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ക്ലാസിഫിക്കേഷൻ നടത്തുമ്പോൾ റീസണബിൾ ക്ലാസിഫിക്കേഷൻ അല്ല, ഓർബിട്രറി ആണ്. ഏകപക്ഷീയമായി നിങ്ങൾ ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ എടുത്തിട്ടാണ് നിങ്ങൾ ഈ നിയമനിർമ്മാണം നടത്തിയിരിക്കുന്ന. ഇന്റലിജിബിൾ ഡിഫറൻഷിയെ അടിസ്ഥാനമാക്കിയല്ല നിങ്ങളുടെ ഈ നിയമനിർമ്മാണം എന്ന് കൃത്യമായി സുപ്രീം കോടതി ഇത് പെൻഡിങ് വെച്ചേക്കണതിന്റെ കാര്യം, ഇതിൽ നിയമപരമായി ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട്. ആ കോംപ്ലിക്കേഷൻ സുപ്രീം കോടതിക്ക് താമസം എടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന സുപ്രീം കോടതി ചവറ്റുകുട്ടയൊന്നും കളഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി മറ്റൊരു കാര്യവും കൂടി, നിങ്ങൾ ഈ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യങ്ങളിൽ നിന്ന്, ഇപ്പോൾ അമേരിക്ക, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ ഒരുപാട് ആൾക്കാർ വരുമ്പോൾ അവർക്ക് പൗരത്വം കൊടുക്കാൻ അവിടെ റിസോഴ്സസ് ഉണ്ട്, അവിടെ കൃത്യമായിട്ട് അവരെ വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് റിസോഴ്സസ് ഉണ്ട്. ഇന്ത്യയിൽ എന്താണ് ഇരിക്കുന്ന ഈ വരുന്ന 30,000 50,000 ആൾക്കാർ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടെ ഈ ഇവിടെ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ ഒരു വർഷം 2 കോടി തൊഴിൽ കൊടുക്കുക എന്ന് പറഞ്ഞു. 2 കോടി തൊഴിൽ ഈ വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? ഇവിടെ കൃത്യമായിട്ടുള്ള സോഴ്സ് എവിടെ നിന്ന്? അപ്പോൾ അതിനൊന്നും പറ്റാതെ നിങ്ങൾ ഈ പൗരത്വം കൊടുക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിൽ? നിങ്ങൾക്ക് വോട്ട് ബാങ്ക് മാത്രമാണ് BJPക്ക് ഉള്ളത്, അല്ലാതെ ഇവർക്ക് ഈ പറയുന്ന ഹിന്ദുക്കളോട് യാതൊരുവിധ സ്നേഹവും ഇല്ല. ഈ ഞാൻ ഒരു ലിസ്റ്റ് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഈ ലിസ്റ്റിനകത്ത് പാകിസ്ഥാനിലെ സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള റാണ ഭഗവൻ ദാസിനെ അറിയോ? ഹിന്ദു ആയിരുന്നു സുപ്രീം കോടതിയിൽ. അങ്ങനെ പല ആൾക്കാർ പാകിസ്ഥാനിലുണ്ട്. അപ്പൊ ഇവർ എന്തിന്റെ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാനിൽ, ബംഗ്ലാദേശിൽ, അഫ്ഗാനിസ്ഥാനിൽ ഈ പറയുന്ന റിലീജിയസ് പേഴ്സിക്യൂഷൻ അനുഭവിക്കുന്നു? യുണൈറ്റഡ് നേഷൻസിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ടോ? ഇല്ല. മൻമോഹൻ സിംഗിന്റെയും കാരാട്ടിന്റെയും ഒക്കെ കാര്യം പറഞ്ഞു, അവർ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ ഈ റിലീജിയസ് പേഴ്സിക്യൂഷൻ ഉണ്ടെന്നുള്ള കാര്യം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇന്ത്യയിൽ ബീഫ് കൈവശം വെച്ചു എന്ന് പറഞ്ഞ് പറയുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പല ആൾക്കാരെ ഇവിടെ തല്ലിക്കൊന്നിട്ടില്ലേ? അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ മുസ്ലിം ആയതിന്റെ പേരിൽ അതേപോലെ ആളുകൾക്ക് ഇന്ത്യ പൗരത്വം കൊടുക്കുന്നതിനെയാണ് താങ്കൾ എതിർക്കുന്നത്. അവിടെ നിൽക്കക്കള്ളിയില്ലാതെ ഓടിപ്പോരുന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കുന്നതിനെയാണ് എതിർക്കുന്നത്. ഇവിടെ അതല്ലാതെ അല്ലല്ല, പൗരത്വ നിയമം അനുസരിച്ച് 11 വർഷം എന്നുള്ളത് ലഘൂകരിച്ച് 5 വർഷമാക്കി. അതിനെയാണ് താങ്കൾ ചോദ്യം ചെയ്യുന്നത്. ഒരു രാജ്യം പോയതാണ്, അവിടെ അവരുടെ
പൗരന്മാരായി ജീവിക്കുന്നുണ്ട്. ആ പൗരന്മാരായി ജീവിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും പ്രശ്നമെന്നും പറഞ്ഞ് ഇന്ത്യയിലേക്ക് ചാടിക്കേറി വന്നു കഴിഞ്ഞാൽ ഇവിടെ പറ്റില്ല. ഇതിന്റെ അർത്ഥം ഇത് വോട്ട് ആർക്കും പൗരത്വം കൊടുക്കരുത് എന്നാണ് താങ്കളുടെ നിലപാടല്ലേ? ആർക്കും പൗരത്വം കൊടുക്കരുത്, അല്ലാതെ അല്ലല്ല, രാജ്യത്തേക്ക് വരുന്ന ആർക്കും പൗരത്വം കൊടുക്കാൻ പാടില്ല. ഈ ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, വിവേചനമുണ്ട്, പാകിസ്ഥാൻ, ഇവിടെ നിന്ന് മതപീഡനത്താൽ വരുന്നവർക്കും കൊടുക്കരുത് എന്നാണല്ലേ താങ്കളുടെ നിലപാട്? തത്വം നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമാണ്. ശരി, രാഹുൽ. അല്ല, ഒറ്റ കാര്യം മാത്രം, അങ്ങ് ജയേന്ദ്രൻ മാസ്റ്ററെ ആക്രമിക്കണം, അദ്ദേഹത്തിന്റെ വാദഗതികളെ അങ്ങ് ആക്രമിക്കണം, അതൊക്കെ അദ്ദേഹം നേരിട്ടോളും. പക്ഷെ ഇന്ത്യ മഹാരാജ്യത്വ രീതിയിൽ നമ്മൾ ഇന്ത്യക്കാരെ സംസാരിക്കുമ്പോൾ നമ്മളെ ഇകഴ്ത്തി കാണിക്കുകയാണ്. അതായത് അങ്ങേക്ക് തീർച്ചയായിട്ടും BJP-യോട് നിലപാട് വ്യത്യാസമായിരിക്കും, കോൺഗ്രസിന് വേറെ, അങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കണം, അതൊക്കെ സന്തോഷമാണ് ഞങ്ങൾ കാണുന്നവർക്ക്. പക്ഷേ ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യമായിട്ട് പറയല്ല, വേൾഡ് എക്കോണമീസിൽ വേൾഡ് ബാങ്കും IMF-ഉം പറയുന്നത് വേൾഡിലെ ഡാർക്ക് സിനാരിയോയിലെ ഏക ഗ്ലോയിങ് ലൈറ്റ് ഇന്ത്യ ആണെന്നാണ്. അതായത് നമ്മൾ പിടിച്ചു നിന്ന് അത്രയും ബാക്കി രാജ്യങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. പലവിധ കാരണങ്ങൾ കാണാം. പല രാജ്യങ്ങളും ഇപ്പൊ നമ്മുടെ ഇംഗ്ലണ്ട്, നമ്മളെ പണ്ട് ഭരിച്ചിരുന്ന ഇംഗ്ലണ്ടില്, അവിടെ ഇപ്പോൾ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ രാജ്യം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലണ്ടിലെ ആഹാരത്തിനടക്കമുള്ള വില കേട്ടാൽ സ്കൈ റോക്കറ്റിംഗ് ആണ്. അപ്പം പല രാജ്യങ്ങളും തകരുമ്പോഴും നമ്മളും പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഗുണമാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, നമ്മുടെ സംവിധാനത്തിന്റെ ഗുണമാണ്. അപ്പൊ ഇന്ത്യയിലോട്ട് വരാൻ, ഇന്ത്യയിൽ എന്തിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഉദ്ദേശിച്ചായിരിക്കില്ല ചോദിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു വിഷമം, അത് മാത്രം പറഞ്ഞു തന്നേ ഉള്ളൂ. അല്ല, അവിടെ കുഴപ്പമില്ല, ഇവിടെ കുഴപ്പമുണ്ട് എന്നാണ് അൻവർ പറഞ്ഞതിന്റെ അർത്ഥം. അൻവർ അങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അതെ, നമ്മൾ 140 കോടിയാണ്, നമുക്ക് 1-2 പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും, ഇല്ലെന്ന് ആരും പറയണില്ല. നമ്മുടെ നാട്ടിലും തെറ്റുകൾ ഉണ്ടാവും, എല്ലാ വിഭാഗത്തിലും തെറ്റുണ്ടാവും. പക്ഷെ ഇന്ത്യ എന്ന രാജ്യം നോക്കിയാൽ നമ്മളെ ആരെയും വിശ്വസിക്കണ്ട, ഇമ്രാൻഖാനെ വിശ്വസിക്കാമല്ലോ. പാകിസ്ഥാന്റെ പ്രീമിയർ ആയിരുന്ന ഇമ്രാൻഖാൻ പറയുന്നത് ഇന്ത്യയുടെ പാസ്പോർട്ടിന്റെ മൂല്യം വളരെ കൂടി, ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ കണ്ടുപിടിക്കുന്നതാണ്. ഇമ്രാൻഖാൻ നമുക്ക് എല്ലാം ഇഷ്ടമുള്ള, നമ്മളെല്ലാം ആരാധിക്കുന്ന ക്രിക്കറ്റ് താരമാണ്, പാകിസ്ഥാന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പൊസിഷനിൽ ഇരുന്ന പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഇമ്രാൻഖാൻ പറയുന്നത് പാകിസ്ഥാൻ പല കാര്യങ്ങളിലും ഇന്ത്യയെ കണ്ടുപിടിക്കണമെന്നാണ്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ രാജ്യം മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഇകഴ്ത്തരുത്. അങ്ങ് ശ്രീ മോദിജിയെ ആക്രമിക്കണം, ഡിമോണിറ്റൈസേഷനെ ആക്രമിക്കണം, അവരുടെ 100 പോളിസിയെ ആക്രമിക്കണം. പക്ഷെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എല്ലാം കൂടെയാണ്. കേരളം ഭരിക്കല്ല, CPM ഭരിക്കുന്ന കേരളവും അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയും, ഇതെല്ലാം ഉൾപ്പെടുന്നല്ലേ നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യത്തെ ഇകഴ്ത്തരുതെന്നൊരു അഭ്യർത്ഥന അങ്ങ് അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ചായിരിക്കില്ല. ഇപ്പൊ തന്നെ ഇവർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എനിക്ക് ഡിബേറ്റില് രാഹുൽ ഈശ്വരനോട് പറയാനുള്ളത്, ഞാൻ ആക്രമിക്കാനൊന്നും ഇല്ല സാർ, എനിക്ക് ഇവരോട് സഹതാപമാണുള്ളത്. സത്യത്തിൽ നോക്കൂ, ഒരാള് പറയുന്നു ഗാന്ധിജിയെ പോലും തള്ളി പറയാൻ വേണ്ടി തയ്യാറാവുന്നു, ഗാന്ധി പറഞ്ഞതുപോലും ഞങ്ങൾക്ക് ബാധകമല്ലെന്ന് പറയുന്നു. മറ്റേ ആളോ, പ്രകാശ് കാരാട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് ബാധകമല്ലെന്ന് പറയുന്നു. എന്തൊക്കെ വാദഗതികൾ അന്വേഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാവം ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ മിനിമം, ഞാൻ മോശമായിട്ട് പറയല്ല, ഈ നിയമത്തെക്കുറിച്ചും ഇതിന്റെ പരിത്വത്തെക്കുറിച്ചും ഒക്കെ ഒരു മിനിമം ബോധ്യമെങ്കിലും വേണ്ട എന്റെ സഹോദര നിങ്ങൾക്ക് ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ. നോക്കൂ, നിങ്ങൾ പറഞ്ഞു ഇന്ത്യക്ക് ഇതിനെ ഉൾക്കൊള്ളാനുള്ള വിഭവം ഇല്ലെന്ന്. സർ, കേരളം പോലെയല്ല, കേരളത്തിന് അപ്പുറത്തും ഭാരതമുണ്ട്. ഇവിടെയാണ് മാവേലി സ്റ്റോറിൽ ഇല്ലാത്തതും, പട്ടിണി കിടക്കുന്നവൻ അരിവാരി തിന്ന് ചടിച്ചു കൊല്ലുന്നതും, ഗർഭിണിയെ പായിൽ ചുമക്കുന്നതും ഒക്കെ നമ്മുടെ രാജ്യത്തുണ്ടാകും. ഇതിന് അപ്പുറത്തൊരു ലോകമുണ്ട് സാർ. ഇനി അതും വിട്ടേക്ക് നിങ്ങൾ ഈ നിയമം ഒരാവൃത്തി വായിച്ചിട്ടുണ്ടോ എന്റെ അൻവർ ഷാ? നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഇല്ലീഗൽ മൈഗ്രേഷനെ പുറത്താക്കണമെന്ന്. ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നില്ലേ, 2014 ഡിസംബർ 31 മുമ്പ് ഭാരതത്തിലെത്തിയവരാണെങ്കിൽ, സർ 2014 മുമ്പ് ഈ രാജ്യം ഭരിച്ചത് ആരാ? ഡിസംബർ 31 മുമ്പ് ഭാരതത്തിലെത്തിയവർക്കുള്ള നിയമപരമായിട്ടുള്ള പരിരക്ഷയാണ് 11 6 ചുരുങ്ങിയത്. കോൺഗ്രസ് ഭരിച്ച കാലഘട്ടത്തിൽ ഇവിടെ കയറി കൂടിയവർ, എന്താ നിങ്ങൾ അതിന് ഉത്തരം പറയാത്തത്? അതുകൊണ്ട് ഇത് വാദം ജയിക്കാൻ വേണ്ടി നമുക്ക് എന്തും തള്ളി പറയാം. നമുക്ക് സ്വന്തം പക്ഷിക്കൂടിന് സ്വന്തം വൃത്തികേടാക്കുന്ന നിലപാടിലേക്ക് എത്താം. ഗതികേട് കൊണ്ടല്ല ഇവർ ഇരുകൂട്ടരും ശ്രമിക്കുന്നത്. എന്താ, എങ്ങനെയെങ്കിലും വർഗീയത ആളിക്കത്തിക്കാം. ഞാൻ എന്റെ സുഹൃത്തിന് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ടിരിക്കുന്ന 1-2 നേതാക്കന്മാരുടെ പേര് പറയാം. ഒന്ന് അദ്ദേഹം നോട്ട് ചെയ്യണം. ഒന്ന്, ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മൗലാന ഷഹാബുദ്ദീൻ റിസ്വി ബറേൽവിയുടെ പ്രസ്താവന ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. ഐ വെൽക്കം ദ ലോ, ദിസ് ഷുഡ് ഹാവ് ബീൻ ഡൺ മച്ച് ഏർലിയർ. There was a lot of misunderstandings on the law, especially Muslims. ആരാണ്? ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മൗലാന ഷഹാബുദ്ദീൻ റിസ്വി. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമുക്കറിയാമല്ലോ, ഒരു മുസ്ലിമാണ് അല്ലെങ്കിൽ നാമധാരിയെങ്കിലുമാണ് കേരളത്തിലെ ഗവർണർ. അദ്ദേഹം പറഞ്ഞ ഈ ചർച്ച വന്നപ്പോ 2019 എന്റെ ആഫീസിന്റെ വാതിലുകൾ ഇതിനെക്കുറിച്ച് സംശയമുള്ളവർക്ക് മലർക്കെ തുറന്നിട്ടിരിക്കുന്നു. അൻവർ ഷായും എന്റെ കോൺഗ്രസിന്റെ പ്രതിനിധിയും ശ്രദ്ധിച്ച് കേൾക്കണം. അന്ന് ഭീമാപ്പള്ളിയിലെ ഇമാം ഉൾപ്പെടെ 5-8 മുസ്ലിം സഹോദരന്മാർ അദ്ദേഹത്തെ പോയി കണ്ടു, സംസാരിച്ചു.
നിങ്ങൾക്ക് ഇവരെ സമരത്തിന്റെ മുമ്പിൽ ഇറക്കാൻ അവരെ കിട്ടുമോ?